ഹായ് എവ്രി വൺ. കഴിഞ്ഞ 2 സെഷനുകളിലായി തെർമോഡൈനാമിക്സിൻ്റെ ബേസിക് ടേംസ് ആയിരുന്നു നമ്മൾ നോക്കിക്കണ്ടിരുന്നത്. സിസ്റ്റം എന്താണെന്നും സറൗണ്ടിങ് എന്താണെന്നും അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി, അതിനോടൊപ്പം തന്നെ സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും പ്രോസസ്സ് എന്താണെന്നും എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ഈ സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വർക്ക്, ഹീറ്റ് ആൻഡ് ദെൻ ഫൈനലി ഇൻറ്റേർണൽ എനർജി. ഇത്രയും കോൺസെപ്റ്റിനെ പറ്റിയായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് വർക്ക് എന്താണെന്ന് നോക്കാം. നോക്കൂ, തെർമോഡൈനാമിക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, ആദ്യമായിട്ട് ഞാനൊരു ഐഡിയ തരികയാണെങ്കിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പി വി വർക്കിനെ കുറിച്ചായിരിക്കും. എന്താണ്, നമ്മൾ പലതരത്തിലുള്ള വർക്ക് ഉണ്ട്, പക്ഷേ തെർമോഡൈനാമിക്സിൽ, കെമിസ്ട്രിയിൽ, തെർമോഡൈനാമിക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പി വി വർക്കിനെ പറ്റിയായിരിക്കും എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക. ഓക്കെ, ഇനി വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോക്കൂ, ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുന്നു. നമുക്ക് ഇങ്ങനെ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇവിടെ നിന്ന് റൈറ്റ്, ഇതേപോലെ നമ്മൾ വരയ്ക്കുകയാണ്. ഇതിനകത്തേക്ക് നമ്മൾ എന്തെടുക്കുന്നു? നമ്മൾ ഒരു ഗ്യാസ് എടുക്കുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ടേക്കിംഗ് എ ഗ്യാസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സിസ്റ്റം എന്തായിരിക്കും? ഇതായിരിക്കും നമ്മുടെ സിസ്റ്റം. ഓക്കെ, നമ്മൾ തെർമോഡൈനാമിക്സിൻ്റെ ടേംസിലാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെന്തായിരിക്കും? സറൗണ്ടിങ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കണ്ടെയ്നറിൽ നമ്മൾ എന്തെടുക്കുന്നു? ഗ്യാസ് എടുക്കുന്നു. അപ്പം നമ്മൾ വർക്കിന് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക. ലെറ്റ്സ് സേ നമുക്കൊരു പിസ്റ്റൺ ഉണ്ടെന്ന് വിചാരിക്കുക. വി ഹാവ് വോട്ട് എ പിസ്റ്റൺ ഓവർ ഹിയർ. ഓക്കെ, വി ഹാവ് എ പിസ്റ്റൺ. വർക്കിനെ നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യും. വർക്ക് ഇസ് ഡിഫൈൻഡ് ആസ് മോഷൻ അഗെയിൻസ്റ്റ് പിസ്റ്റൺ. മോഷൻ അഗെയിൻസ്റ്റ് പിസ്റ്റൺ. അതായത് ഈ ഗ്യാസ് വർക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ സിസ്റ്റം എന്ത് ചെയ്യുന്നു? ഈ പിസ്റ്റൺ ഓപ്പോസിറ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അതൊക്കെ നമുക്ക് സംസാരിക്കാം. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റവും വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റവും ഒക്കെ നമുക്ക് സംസാരിക്കാം. ജസ്റ്റ് ഇപ്പം നോക്കിക്കോളെ, എങ്ങനെയാണ് നമ്മൾ വർക്കിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷനിലേക്ക് അറൈവ് ചെയ്യുന്നത് എന്ന് നോക്കൂ. ഇവിടെ ഞാൻ ആക്ച്വലി ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. ഓക്കെ, ഇവിടെ ഈ പിസ്റ്റണിൻ്റെ മുകളിലേക്ക് ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ ഈ പിസ്റ്റൺ എന്ത് ചെയ്യും? മൂവ് ചെയ്യും. എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? താഴേക്ക് മൂവ് ചെയ്യോ, മുകളിലോട്ട് മൂവ് ചെയ്യോ? പിസ്റ്റണിൻ്റെ മുകളിലാണ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പിസ്റ്റൺ എന്താകും? താഴോട്ടേക്ക് മൂവ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ഇനീഷ്യൽ പൊസിഷൻ ഇതാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ മൂവ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? DS ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ വർക്കിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ്. ഓക്കെ, ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോഴ്സ് എത്രയാണ്? F ആണെന്ന് വിചാരിക്കാം. F ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? DS. പക്ഷേ നമ്മളെന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് പി വി വർക്കിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രഷറിൻ്റെ ടേംസിൽ എഴുതാൻ ശ്രമിക്കും. പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ എന്ന് എഴുതാലോ? അതായത് ഫോഴ്സ് ഇസ് ഈക്വൽ ടു വാട്ട്? വർക്ക് ഇസ് ഈക്വൽ ടു എഫിന് പകരം നമുക്ക് എന്ത് എഴുതാം? P ഇൻറ്റു A ഇൻറ്റു DS എന്ന് എനിക്ക് എഴുതാലോ? വാട്ട് ഈസ് A ഇൻറ്റു DS അല്ലേ? ഇതിനെന്ത് വിളിക്കാം നമുക്ക്? DV എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ദാറ്റ് ഈസ് വർക്കിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഇസ് ഈക്വൽ ടു PdV എന്ന് നമുക്ക് എഴുതാൻ പറ്റും. വർക്ക് ഇസ് ഈക്വൽ ടു PdV. റൈറ്റ്, അപ്പോൾ വർക്കിൻ്റെ ഇക്വേഷൻ നമുക്ക് മനസ്സിലായി. എന്നിട്ട് ഞാൻ ഒരു ചെറിയൊരു കാര്യം നിങ്ങളോട് പറയും. നമ്മൾ കെമിസ്ട്രിയിൽ ഇൻ കെമിസ്ട്രി നിങ്ങൾ എപ്പോൾ വർക്ക് കണ്ടുപിടിക്കുമ്പോഴും എന്ത് ചെയ്താൽ മതി? ഞാൻ പറയും, ഇതങ്ങ് ആലോചിച്ച് വെക്കുക. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ റീസണൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇസ് ഈക്വൽ ടു -PdV എന്ന് നിങ്ങൾ കൺസിഡർ ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നേരത്തെ പറഞ്ഞതുപോലെ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റവും ബൈ ദ സിസ്റ്റവും ഒക്കെ -PdV ആണോ? ഒക്കെ എന്താണ്? വർക്ക് ഇസ് ഈക്വൽ ടു -PdV എന്ന് നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇപ്പോൾ 2 വർക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? ഞാൻ പറയുകയാണ്, ആദ്യം വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം, അതായത് സിസ്റ്റത്തിൻ്റെ മുകളിലേക്കാണ് വർക്ക് ചെയ്യുന്നത്. ശ്രദ്ധിക്കണം, എന്താ പറയുന്നത്? സിസ്റ്റത്തിൻ്റെ മുകളിലേക്കാണ് വർക്ക് ചെയ്യുന്നത്, സിസ്റ്റമല്ല വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കോളൂ, ഇവിടെ ഇതേപോലെ നമ്മൾ കണ്ടെയ്നർ കൺസിഡർ ചെയ്യുന്നു. ഇവിടെ ഗ്യാസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഗ്യാസ് ഉണ്ട്, പിസ്റ്റണൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഗ്യാസ് ഒക്കെ ഉണ്ട്. ഓൾറൈറ്റ്, അപ്പോൾ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ പിസ്റ്റൺ ഒക്കെ ഉണ്ട്. ഓക്കെ, ദിസ് ഇസ് അവർ പിസ്റ്റൺ. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ വോളിയം എത്രയാണ്? ഞാൻ പറയുകയാണ് VI ആണെന്ന് വിചാരിക്കാം. ഇതാണ് എൻ്റെ ഇനീഷ്യൽ വോളിയം. ഓക്കെ,
അപ്പോൾ ഇത് ഓഫ് കോഴ്സ് വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്താവും? യെസ്, വോളിയം എന്താകും? വി എഫ് വോളിയം എന്താകും? ഡിക്രിമിനൻ്റ് ആണ് സംഭവിക്കുക, അല്ലേ? അല്ലെങ്കിൽ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം, അല്ലെങ്കിൽ ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ നടക്കുന്നത് ആക്ച്വലി കംപ്രഷൻ അല്ലേ? ഇവിടെ നടക്കുന്നത് എന്താണ്? കംപ്രഷനാണ് ആക്ച്വലി നടക്കുന്നത്, അല്ലേ? അപ്പോൾ നോക്കിക്കോളെ, വർക്കിൻ്റെ ഇക്വേഷൻ വർക്ക് ഇസ് ഈക്വൽ ടു, ഞാൻ പറഞ്ഞിരുന്നു മൈനസ് പി ഡി വി എന്ന് എടുത്താൽ മതിയെന്ന്. അങ്ങനെയാണെങ്കിൽ മൈനസ് പി എന്തായിരുന്നു? ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം, അല്ലേ? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ആരാണ് കൂടുതൽ? യെസ്, ഇനീഷ്യൽ വോളിയം ഈസ് ഗ്രേറ്റർ ദാൻ വോട്ട് ഫൈനൽ വോളിയം എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ വാല്യൂ എന്തായിരിക്കും? ഈ വാല്യൂ, ദിസ് വാല്യൂ വിൽ ബി നെഗറ്റീവ്. ദിസ് വാല്യൂ വിൽ ബി നെഗറ്റീവ്. അതായത് വർക്ക് ഈസ് ഈക്വൽ ടു വോട്ട്? യെസ്, വർക്ക് ഈസ് ഈക്വൽ ടു എന്തെഴുതാം നമുക്ക്? യെസ്, പ്ലസ് ആയിരിക്കും, അല്ലേ? അതായത് വർക്ക് ഈസ് ഈക്വൽ ടു പ്ലസ് പി ഡി വി ആയിരിക്കും. അതായത് പോസിറ്റീവ് വർക്കാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ദിസ് റെപ്രസെൻറ്റ്സ് വോട്ട്? കംപ്രഷൻ. ആൻഡ് ശ്രദ്ധിക്കണം, ഇതെന്താണ്? സിസ്റ്റമാണ്, സിസ്റ്റത്തിൻ്റെ വർക്കാണ്, അല്ലേ? ഇനി ഇതേപോലെ സറൗണ്ടിങ് ആണെങ്കിലോ? സറൗണ്ടിങ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, അല്ലേ? അപ്പോൾ എന്തായിരിക്കും? മൈനസ് പി ഡി വി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓൾറൈറ്റ്, യെസ്. ഇനി ഇതേ കാര്യം ഞാൻ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണ് പറയുന്നതെങ്കിലോ? വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം അല്ലെങ്കിൽ ഞാൻ പറയുകയാണ് എക്സ്പാൻഷൻ എന്നെനിക്ക് പറഞ്ഞൂടെ? വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം കംപ്രഷൻ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? യെസ്, എക്സ്പാൻഷൻ ആയിരിക്കും, അല്ലേ? ദിസ് ഈസ് എക്സ്പാൻഷൻ. സോ സിംപ്ലി ഞാൻ പറയുകയാണ്, ഇതാ ഇവിടെ ഇതിങ്ങനെ ഈ ഗ്യാസ് കൺസിഡർ ചെയ്യുന്നു. എന്താണ്? ഇതെന്താണ്? സിസ്റ്റമാണ്. ഇവിടെ എന്തുണ്ട്? യെസ്, നമ്മുടെ ഗ്യാസ് ഉണ്ട്, വിച്ച് ഇസ് യെസ് വി ഐ ആണ് നമ്മുടെ ഇനീഷ്യൽ വോളിയം. യെസ്, പിന്നീട് ഇത് എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം ഇവിടെ എന്തായിരിക്കും? യെസ്, എക്സ്പാൻഡ് ചെയ്താൽ വി എഫ് ഫൈനൽ വോളിയം എന്താകും? ഇൻക്രീസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ വർക്ക് ഇസ് ഈക്വൽ ടു വോട്ട്? മൈനസ് പി ഡി വി, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് പി എന്തായിരിക്കും? ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം എന്ന് നമുക്ക് എഴുതാൻ പറ്റും. വി എഫ് മൈനസ് വി ഐ, റൈറ്റ്? ആൻഡ് ആരാണ് കൂടുതൽ? യെസ്, വി എഫ് ഈസ് ഗ്രേറ്റർ ദാൻ വോട്ട്? വി ഐ. ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. യെസ്, ഇവിടെ ആരാണ്? വി ഐ ഈസ് ഗ്രേറ്റർ ദാൻ വോട്ട്? വി എഫ്. ഓക്കെ, അപ്പോൾ ഇതെന്തായിരിക്കും? ഈ ക്വാണ്ടിറ്റി എന്തായിരിക്കും? പോസിറ്റീവ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു വോട്ട്? മൈനസ് പി ഡി വി എന്ന് തന്നെ നമുക്ക് വരും. അപ്പോൾ ഇത് ആരുടെ വർക്കാണ്? സിസ്റ്റം ചെയ്യുന്ന വർക്കാണ്. ഇതെന്താണ്? സിസ്റ്റം ചെയ്യുന്ന വർക്കാണ്. ഇവിടെ എന്തുണ്ടാവും? ഓഫ് കോഴ്സ് ഇവിടെ പിസ്റ്റൺ ഉണ്ടാക്കും. ഓക്കെ, ആൻഡ് ഈ നെഗറ്റീവ് സൈൻ നോക്കണേ, ഇവിടെയുള്ള ഈ നെഗറ്റീവ് സൈൻ എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? നെഗറ്റീവ് സൈൻ റെപ്രസെൻറ്റ്സ് വർക്ക് ഇസ് ഡൺ ബൈ ദ സിസ്റ്റം. ഇതാണ് യെസ്, വർക്ക് ഇസ് ഡൺ ബൈ ദ സിസ്റ്റം. ഓക്കെ, പോസിറ്റീവ് ആണെങ്കിലോ? യെസ്, ഇസ് വർക്ക് ഇസ് ഡൺ ഓൺ ദ സിസ്റ്റം. ഓക്കെ, പോസിറ്റീവ് സൈൻ ആണെങ്കിൽ യെസ്, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. ഓക്കെ, ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇത്ര കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഞാൻ ജസ്റ്റ് സമ്മറി എഴുതുകയാണെങ്കിൽ നോക്കിക്കോളെ, 1-2 പോയിന്റും കൂടെ നമ്മൾ ആഡ് ചെയ്യും. വർക്ക് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തെടുത്താൽ മതി? മൈനസ് പി ഡി വി എടുത്താൽ മതി. അതായത് എക്സ്പാൻഷൻ വർക്ക് അല്ലെങ്കിൽ ബൈ ദ സിസ്റ്റം, വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം. ഓക്കെ, വർക്കിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ വർക്ക് ഇസ് ഈക്വൽ ടു വോട്ട്? മൈനസ് പി ഡി വി എന്നായിരിക്കും നമുക്ക് കിട്ടുക. ഇതാര് ചെയ്യുന്ന വർക്കാണ്? യെസ്, സിസ്റ്റം ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു ഇതിൻ്റെ സറൗണ്ടിങ് വർക്ക് എത്രയായിരിക്കും? സറൗണ്ടിങ്ങിൽ എത്രയായിരിക്കും? നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, അല്ലേ? ദാറ്റ് ഈസ് പ്ലസ് പി ഡി വി എന്ന് വരും. പ്ലസ് പി ഡി വി. ഓക്കെ, ഇനി കംപ്രഷൻ അല്ലെങ്കിൽ എന്തായിരിക്കും? യെസ്, ഓൺ ദ സിസ്റ്റം, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണെങ്കിൽ എന്തായിരിക്കും? യെസ്, നോക്കിക്കോളെ, യെസ് ഇസ് ഈക്വൽ ടു വോട്ട്? പോസിറ്റീവ് സൈൻ ആണ്, അല്ലേ? പി ഡി വി. അപ്പോൾ സറൗണ്ടിങ്ങിൻ്റെ വർക്ക് എത്രയായിരിക്കും? യെസ്, ദാറ്റ് ഈസ് മൈനസ് പി ഡി വി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇത്രയും നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. നിങ്ങളോട് ചോദിക്കും, ഇങ്ങനെ ചോദിക്കും, വർക്ക് ഡൺ എഗെയിൻസ്റ്റ് വാക്വം എന്ന് ചോദിക്കും. വർക്ക് ഡൺ എഗെയിൻസ്റ്റ് വാക്വം എന്ന് ചോദിക്കും. എത്രയാണെന്ന് ചോദിക്കും. അപ്പോൾ നോക്കിക്കോളെ,
വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എപ്പോഴും നിങ്ങൾ എടുത്താൽ മതി മൈനസ് പി ഡി വി. ഈ പി എന്താണ്? എക്സ്റ്റേണൽ പ്രഷറാണ് കേട്ടോ. വാട്ട് ഈസ് ദിസ്? യെസ്, ഇതും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ പി എന്ന് പറയുന്നത് എന്താണ്? യെസ്, എക്സ്റ്റേണൽ പ്രഷറാണ്. ദിസ് ഇസ് പി എക്സ്റ്റേണൽ. ഓക്കെ, അപ്പം നോക്കിക്കോളെ, നമ്മൾ ഇങ്ങോട്ടേക്ക് വരികയാണ്. പി എക്സ്റ്റേണൽ എത്രയായിരിക്കും? വാക്വത്തിന് വർക്ക് ഡൺ അഗെയിൻസ്റ്റ് വാക്വം ആണ് അല്ലേ. വാക്വത്തിലെ എക്സ്റ്റേണൽ പ്രഷർ എത്രയാണ്? 0 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് എഴുതിയാൽ മതി? 0 എന്ന് എഴുതിയാൽ മതി. ഇനി രണ്ടാമത്തത് ഒരു കാര്യം കൂടെ നിങ്ങളോട് ചോദിക്കും. വർക്ക് ഡൺ ഇൻ ഫ്രീ എക്സ്പാൻഷൻ. വർക്ക് ഡൺ ഇൻ ഫ്രീ എക്സ്പാൻഷൻ. ഓക്കെ, ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോവുകയാണ്, ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാണ്. അതായത് എന്തെങ്കിലും ഒരു പ്രഷർ ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ആവുമോ? ഇല്ല. അപ്പോഴും ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോഴും ഇതൊക്കെ കുറച്ച് ടെർമിനോളജിയാണ് അല്ലേ. പി എക്സ്റ്റേണൽ എന്തായിരിക്കും? ഇവിടെ 0 ആയിരിക്കും. അപ്പോഴും നമ്മളുടെ വർക്ക് എന്തായിരിക്കും ഇവിടെ? മൈനസ് പി ഡി വി എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇനി ഇതേപോലെ ഒരു കാര്യം കൂടെയുണ്ട്. ഐസോകോറിക് പ്രോസസ്സ് നമുക്ക് ഓർമ്മയുണ്ടോ? ഡി വി എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. ഡി വി 0 ആണെങ്കിൽ വർക്കും എന്തായിരിക്കും? 0 ആയിരിക്കും. അതും വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അതായത് ഐസോകോറിക് പ്രോസസ്സിൽ വോളിയം എന്തായിരിക്കും? യെസ്, കോൺസ്റ്റൻ്റ് ആണ്. ഐസോകോറിക് പ്രോസസ്സ്. ഓക്കെ, ഇവിടെ എന്തായിരിക്കും? ഡി വി 0 ആണ്. അങ്ങനെയാണെങ്കിൽ വർക്കും എന്തായിരിക്കും ഇവിടെ? 0 ആയിരിക്കും. അപ്പോൾ ഈ 3 കേസസ് നിങ്ങൾ മനസ്സിലാക്കുക. വർക്ക് ഡൺ അഗെയിൻസ്റ്റ് വാക്വം, ഫ്രീ എക്സ്പാൻഷൻ, ഐസോകോറിക് പ്രോസസ്സ്. ഇവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് ചോദിക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ നമ്മൾ. ഓക്കെ, ഇതേപോലെ തന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ യൂണിറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് 1 കാലറി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4.2 ജൂൾ ആണ്. ഓക്കെ, അതേപോലെ 1 ലിറ്റർ ATM എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. 101.3 ജൂൾസ് ആണ്. ഓക്കെ, ആൻഡ് 1 ലിറ്റർ ബാർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 100 ജൂൾ ആയിരിക്കും. ഇതൊക്കെ എന്താണ്? യൂണിറ്റ് കൺവേർഷൻസ് ആണ്. യെസ്, 1 കാലറി ഇസ് ഈക്വൽ ടു വാട്ട്? 4.2 ജൂൾസ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, യൂണിറ്റ് കൺവേർഷൻസ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്കിത് ആവശ്യം വരും. ദ വർക്ക് ഡൺ ഡ്യൂറിങ് ദ എക്സ്പാൻഷൻ ഓഫ് എ ഗ്യാസ്. വോളിയം എക്സ്പാൻഷൻ ആണ് പറയുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്തെടുത്താൽ മതി? യെസ്, ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് പി ഡി വി എന്ന് എടുത്താൽ മതി. ഏത് വേണമെങ്കിലും അങ്ങനെ തന്നെ എടുക്കാം. കംപ്രഷൻ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതെന്താവും? പോസിറ്റീവ് സൈന് വരും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു? 4 ഡെസിമീറ്റർ ക്യൂബ് ടു 6 ഡെസിമീറ്റർ ക്യൂബ് എന്നാണ് പറയുന്നത്. ആൻഡ് ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ അറിയണം. 1 ഡെസിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ലിറ്റർ തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? ബാക്കിയൊക്കെ സിമ്പിൾ ആണ്. എക്സ്റ്റേണൽ പ്രഷർ എത്രയാണ്? 3 ആണ്. 3 ഇൻറ്റു 6 മൈനസ് 4 എത്രയാണ്? 2 അല്ലേ. അപ്പോൾ ഡെസിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിറ്റർ തന്നെയാണ്. അപ്പോൾ എന്തായിരിക്കും? -6 ലിറ്റർ ATM എന്ന് നമുക്ക് കിട്ടി. ലിറ്റർ ATMത്തിലെ ഇവിടെ എന്താണ്? ജൂളിലേക്കാണ് കൺവേർട്ട് ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ -6 ഇൻറ്റു 101.3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? യെസ്, -608 ജൂൾ എന്ന് നിങ്ങൾക്ക് കിട്ടും. ഓപ്ഷൻ എന്തായിരിക്കും ഇവിടെ? ഓപ്ഷൻ വിൽ ബി ബി. ക്ലിയർ ആണല്ലോ? യെസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. ദ വർക്ക് ഡൺ ഡ്യൂറിങ് ദ എക്സ്പാൻഷൻ ഓഫ് ഐഡിയൽ ഗ്യാസ് ഫ്രം ഈ വോളിയത്തിൽ നിന്ന് ഈ വോളിയത്തിലേക്ക് എക്സ്പാൻഷൻ ആണ് അഗെയിൻ പറയുന്നത്. കോൺസ്റ്റന്റ് എക്സ്റ്റേണൽ പ്രഷർ ആണ് പറയുന്നത്, പി എക്സ്റ്റേണൽ. ഓക്കെ, അങ്ങനെയാകുമ്പോഴും നമുക്ക് ഇതേപോലെ ചെയ്യാം. വർക്ക് ഇസ് ഈക്വൽ ടു മൈനസ് പി. പി എത്രയാണ്? യെസ്, 1 ഇൻറ്റു 10⁵. ഓക്കെ, ഡി വി എന്തായിരിക്കും? യെസ്, ഫൈനൽ വോളിയം എത്രയാണ്? 10⁻² -2 ഇൻറ്റു 10⁻³ ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? യെസ്, 10⁵ ഉണ്ട്. ഞാൻ ഇവിടെ നിന്ന് 10⁻³ പുറത്തെടുക്കുകയാണ്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ 10 - 2 എന്നുള്ള രീതിയിൽ വരും. സോ ദാറ്റ് വിൽ ബി 8. യെസ്, മൈനസ് ഉണ്ടാവും. -800 ജൂൾ എന്ന് വരും. ഓപ്ഷൻ എന്തായിരിക്കും ഇവിടെ? ഓപ്ഷൻ എ. സെയിം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. യെസ്. അടുത്തത് വർക്കിനെ പറ്റി നമ്മൾ സംസാരിച്ചു. 2 പ്രോബ്ലംസും നമ്മൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞു. ഇനി ഹീറ്റ് നോക്കണേ നിങ്ങൾ. ഇവിടെ ഞാൻ ഇങ്ങനെയാണ് പറയുന്നത്. നമ്മൾ അഗെയിൻ ഒരു സിസ്റ്റം, നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്യണമെങ്കിലും നമ്മൾ എന്ത് പറയും? ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യും അല്ലേ. യെസ്, നമ്മൾ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് നോക്കിക്കോളൂ, ഇതാണ് നമ്മുടെ സിസ്റ്റം. ഓക്കെ, യെസ്. സോ ബേസിക്കലി ഞാൻ തെർമോഡൈനാമിക്സിൻ്റെ ആദ്യത്തെ കാര്യം പറയുന്നത് ഇങ്ങനെയാണ് അല്ലേ.
സിസ്റ്റവും സറൗണ്ടിങ്ങും ഒക്കെ പറയുന്നതിന് മുൻപേ ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? തെർമോഡൈനാമിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് വാട്ട്? ഹീറ്റ് ഓർ എനർജി ആൻഡ് ദർ ഇന്റർ കൺവേർഷൻസ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹീറ്റിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, നമ്മളൊരു എനർജി ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ശ്രദ്ധിക്കണേ, എനർജി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് വിചാരിക്കാം. സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്ങിലേക്കോ അല്ലെങ്കിൽ സറൗണ്ടിങ്ങിൽ നിന്ന് സിസ്റ്റത്തിലേക്കോ നമുക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമുക്ക് 2 വേയിൽ പോസിബിൾ ആണ്. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം? യെസ്, ഹീറ്റിൻ്റെ ഫോമിൽ ട്രാൻസ്ഫർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എനർജി എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം? വർക്ക് ചെയ്തിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഹീറ്റിൻ്റെ ഫോമിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി എ ടെമ്പറേച്ചർ ഡിഫറൻസ്. അതായത് എനർജി ഹീറ്റിൻ്റെ ഫോമിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ടെമ്പറേച്ചർ T1 ഷുഡ് നോട്ട് ബി ഈക്വൽ ടു വാട്ട്? T2. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവിടെ എന്ത് നടക്കൂ? ഹീറ്റ് ട്രാൻസ്ഫർ നടക്കൂ. ഇനി ടെമ്പറേച്ചർ സെയിം ആണെങ്കിൽ ഒരാൾ പറയാണ് സിസ്റ്റത്തിൻ്റെയും സറൗണ്ടിങ്ങിൻ്റെയും ടെമ്പറേച്ചർ എന്താണ്? സെയിം ആണ്. നമുക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യണം. എനർജി എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും? യെസ്, നമുക്ക് വർക്ക് ചെയ്തുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? യെസ്, നമുക്ക് എനർജിയെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂ. ശ്രദ്ധിക്കണം എന്താ പറയുന്നത്? സിസ്റ്റവും സറൗണ്ടിങ്ങും ഡിഫറൻറ്റ് ടെമ്പറേച്ചറിലാണ്. നമുക്ക് എനർജി എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം? ഹീറ്റിൻ്റെ ഫോമിൽ ട്രാൻസ്ഫർ ചെയ്യാം. അതേസമയം സിസ്റ്റത്തിൻ്റെയും സറൗണ്ടിങ്ങിൻ്റെയും ടെമ്പറേച്ചർ സെയിം ആണെങ്കിൽ നമുക്ക് എനർജി എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂ? യെസ്, വർക്ക് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഹീറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. നോക്കിക്കോളെ, ഇതേപോലെ ഞാനൊരു സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചർ എന്താണ്? ഡിഫറൻ്റ് ആയിരിക്കണം. ഡിഫറൻ്റ് ആവും എന്ന് പറയുമ്പോൾ സിസ്റ്റത്തിൻ്റെയും സറൗണ്ടിങ്ങിൻ്റെയും ടെമ്പറേച്ചറാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇതാ നമ്മുടെ സിസ്റ്റം, ഇതാ ഈ സിസ്റ്റം ഞാൻ കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് ഞാൻ പറയുന്നു ദിസ് ഇസ് T1, ദിസ് ഇസ് T1, ദിസ് ഇസ് വാട്ട്? T2. ആൻഡ് ഇതെന്താണ്? നമ്മുടെ സിസ്റ്റമാണ്. T2 എന്താണ്? യെസ്, സറൗണ്ടിങ്ങിൻ്റെ ടെമ്പറേച്ചറാണ്. എന്നിട്ട് ഞാൻ പറയുകയാണ് ഇതിൻ്റെ ഹീറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? Q1 ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഹീറ്റ് എത്രയാണ്? സറൗണ്ടിങ്ങിൻ്റെത് Q2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഇഫ് T1 ഈസ് ഗ്രേറ്റർ ദാൻ വാട്ട്? T2. ടെമ്പറേച്ചർ സിസ്റ്റത്തിൻ്റെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഹീറ്റ് എവിടെ നിന്ന് എവിടത്തേക്ക് ഫ്ലോ ചെയ്യും? യെസ്, നമുക്ക് പറഞ്ഞൂടെ ഹീറ്റ് സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്ങിലേക്കാണ് ഫ്ലോ ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. ടെമ്പറേച്ചർ കൂടിയ സ്ഥലത്ത് നിന്ന് ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലത്തേക്കായിരിക്കും ഹീറ്റ് ഫ്ലോ ചെയ്യുക, അല്ലേ? അതായത് സോ ഹീറ്റ് ഫ്ലോസ് ഫ്രം സിസ്റ്റം ടു സറൗണ്ടിങ്സ്. സിസ്റ്റം ടു സറൗണ്ടിങ് എന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലേ? അല്ലെങ്കിൽ എനിക്കിങ്ങനെ പറഞ്ഞുകൂടെ? യെസ്, ഇതാ ഇവിടെ എഴുതാം കേട്ടോ. അതായത് സിസ്റ്റം എന്താണ്? ലൂസസ് എനർജി, ലൂസസ് ഹീറ്റ്. സിസ്റ്റം ലൂസസ് ഹീറ്റ് ആൻഡ് സറൗണ്ടിങ് വാട്ട്? സറൗണ്ടിങ് ഗെയിൻസ് ഹീറ്റ്. ഓക്കെ, ഹീറ്റ് ലൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും ഈ സിസ്റ്റത്തിൻ്റെ ഹീറ്റ് എന്തായിരിക്കും? ഇവിടെ സിസ്റ്റത്തിൻ്റെ ഹീറ്റ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കാരണം ലൂസ് ചെയ്യാണ്. നമ്മുടെ കൺവെൻഷൻസ് ആണ് കേട്ടോ, സൈൻ കൺവെൻഷൻസ് ആണ് നമ്മൾ പറയുന്നത്. സൈൻ കൺവെൻഷൻസ്, നമ്മൾ വർക്കിൻ്റെ സൈൻ കൺവെൻഷൻസ് പറഞ്ഞായിരുന്നു. എന്താണ്? വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും, ഓൺ ദ സിസ്റ്റം ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. അതേപോലെ ഹീറ്റ് ലൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് സൈൻ കൊടുക്കും? നെഗറ്റീവ് സൈൻ കൊടുക്കും. അതേസമയം ഹീറ്റ് ഗെയിൻ ചെയ്യാണ്, ഈ പർട്ടിക്കുലർ കേസിൽ ഹീറ്റ് ഗെയിൻ ചെയ്യുകയാണ്, സറൗണ്ടിങ്ങിൻ്റെ ഹീറ്റ് എനർജി എത്രയായിരിക്കും? പോസിറ്റീവ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യും. ക്ലിയർ ആണല്ലോ? ഇനി നേരെ ഓപ്പോസിറ്റ് കേസ് നമ്മൾ പറയുകയാണെങ്കിലോ? നോക്കിക്കോളെ, ഇതേ സിസ്റ്റം ഞാൻ എടുക്കുന്നു. ഇതാ സിസ്റ്റം ഞാൻ എടുക്കുന്നു, സെയിം സിസ്റ്റം ആണെന്ന് വിചാരിക്കുക. ആൻഡ് വി ഹാവ് വാട്ട്? ഗ്യാസ് ആൻഡ് ഓൾ ദീസ് തിങ്സ്, സറൗണ്ടിങ്സ്. എന്നിട്ട് ഞാൻ പറയുകയാണ് ദിസ് ഇസ് മൈ T1, ദിസ് ഇസ് മൈ T2. ഓക്കെ, ആൻഡ് ഹീറ്റ് എനർജി ഈസ് Q1 ആൻഡ് Q2 എന്ന് ഞാൻ പറയുകയാണ്. ഓക്കെ, എന്നിട്ട് ഇവിടെ ഞാൻ എന്ത് പറയുന്നു? വെയർ T2 ഈസ് ഗ്രേറ്റർ ദാൻ വാട്ട്? T1. സറൗണ്ടിങ്ങിൻ്റെ ടെമ്പറേച്ചർ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു ഹീറ്റ് ഫ്ലോസ് ഫ്രം വെയർ ടു വെയർ? യെസ്, സറൗണ്ടിങ്സ് ടു സിസ്റ്റം, അല്ലേ? സറൗണ്ടിങ്സ് ടു സിസ്റ്റം. Heat flows from surrounding to system. Okay, അപ്പോൾ Q of system എന്തായിരിക്കും? Q of system is equal to what? യെസ്, എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും, അല്ലേ? അല്ലെങ്കിൽ Q of system എന്ന് പറഞ്ഞാൽ എന്താണ്? Q1 ആണ്, അല്ലേ? ഇനി അതേപോലെ Q of surrounding
എന്തായിരിക്കും? ലൂസ് ചെയ്യാണ്. അപ്പോൾ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. Q2 എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. Q1 നമ്മൾ എന്തായിട്ട് എടുക്കും? പോസിറ്റീവായിട്ട് നമ്മൾ എടുക്കും. ഇത്രയും ക്ലിയർ ആണല്ലോ ഹീറ്റിനെ പറ്റി സംസാരിക്കുന്നത്. ഇത്രയേ ഉള്ളൂടാ. ഹീറ്റ് ലൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് സൈൻ കൊടുക്കും? നെഗറ്റീവ് സൈൻ കൊടുക്കും. അതേസമയം ഹീറ്റ് ഗെയിൻ ചെയ്യുകയാണെങ്കിൽ ഹീറ്റ് നമ്മൾ പോസിറ്റീവ് സൈൻ കൊടുക്കും. ക്ലിയർ ആണല്ലോ? യെസ്. എന്നിട്ട് നമുക്ക് സംസാരിക്കാനുള്ളത് ഇൻറ്റേർണൽ എനർജിയെ പറ്റിയാണ്. ശ്രദ്ധിക്കണം, നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യും ഇൻറ്റേർണൽ എനർജിയെ. ഇൻറ്റേർണൽ എനർജി ഈസ് ദി സം ടോട്ടൽ ഓഫ്, നോക്കിക്കോളെ, ഇൻറ്റേർണൽ എനർജി ഈസ് ദി സം ടോട്ടൽ ഓഫ് all energies present in the system. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇന്റേണൽ എനർജി എന്ന് വിളിക്കുന്നത്. അതായത് ഇങ്ങനെ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു, ഇത് ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക കേട്ടോ. ഡെൽറ്റ യു ഓക്കെ ഇസ് ഈക്വൽ ടു, ഒരു സിസ്റ്റത്തിൽ കൈനറ്റിക് എനർജി ഉണ്ടാവും, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും, റൊട്ടേഷൻ എനർജി ഉണ്ടാവും, ആൻഡ് എന്തൊക്കെ എനർജി ഉണ്ടാവും? വൈബ്രേഷണൽ, ട്രാൻസ്ലേഷണൽ എല്ലാം ഉണ്ടാകും. ഇവരുടെയൊക്കെ സം ടോട്ടലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻറ്റേർണൽ എനർജി എന്ന് വിളിക്കുന്നത്. ആൻഡ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഞാൻ യു എന്നല്ല എഴുതിയിരിക്കുന്നത് അല്ലേ. ഇവിടെ ഐ എം നോട്ട് റെപ്രസെൻറ്റിങ് ബൈ യു, ഐ എം റെപ്രസെൻറ്റിങ് ബൈ വാട്ട്? ഡെൽറ്റ യു. ഞാനിവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഐ എം റെപ്രസെൻറ്റിങ് വാട്ട്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐ എം റെപ്രസെൻറ്റിങ് ഇറ്റ് ബൈ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. ഓക്കെ, ഇതെന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്? ഞാൻ എന്തുകൊണ്ട് യു എന്ന് എഴുതുന്നില്ല? ഇതിൻ്റെ കാര്യം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? കാരണം ഇവിടെ ഒരുപാട് എനർജി ഉണ്ട് അല്ലേ. എല്ലാ മൈക്രോ സ്റ്റേറ്റുള്ള എനർജി പോലും ഉണ്ട്. വൈബ്രേഷൻ എനർജി ഉണ്ടാവും, ട്രാൻസ്ലേഷൻ, റൊട്ടേഷണൽ, ഇതൊക്കെ എനർജി ഉണ്ടല്ലേ. അപ്പോൾ ഈ എനർജിനെയൊന്നും അബ്സല്യൂട്ടായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അത്രയും സ്മോൾ ആയിട്ടുള്ള എനർജിയൊക്കെ ഉണ്ട് അല്ലേ, വൈബ്രേഷൻ എനർജി എന്നൊക്കെ പറയുന്നത്. അതായത് ഒരു സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അത്രയും മോളിക്യൂൾസ് ഉണ്ടാവും, അവരുടെയൊക്കെ എനർജി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നെക്സ്റ്റ് ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ നമ്മൾ പറയും, absolute value of internal energy cannot be calculated. Internal energy cannot be calculated. Instead, നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യുക? Instead we will calculate what? Change in internal energy. Yes, instead we calculate this. അടുത്ത പേജിൽ ഇത് കണ്ടോ? We calculate change in internal energy. Okay, we'll represent it by what? Delta U കൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ക്ലിയർ ആണല്ലോ? ആൻഡ് നോക്കണേ, ദിസ് ഇൻറ്റേർണൽ എനർജി സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണോ പാത്ത് ഫംഗ്ഷൻ ആണോ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ് പാത്ത് ഫംഗ്ഷൻസ്. ഹീറ്റ്, വർക്ക്, ഹീറ്റ് കപ്പാസിറ്റി, ഇത്രയും എന്താണ്? പാത്ത് ഫംഗ്ഷൻസ് ആണ്. ബാക്കിയുള്ളതൊക്കെ എന്താണ്? സ്റ്റേറ്റ് ഫംഗ്ഷൻസ് ആണ്. സോ ഡെൽറ്റ യു ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. ഓക്കെ, സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? യെസ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ വാട്ട്? ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ഓഫ് ദി സിസ്റ്റം. ലെറ്റ്സ് സേ ഞാൻ ഇങ്ങനെ പറയുകയാണ്, എ ബി, അതായത് ഒരു പാത്ത് ഇങ്ങനെ എടുക്കുന്നു, ഒരു പാത്ത് ഇങ്ങനെ എടുക്കുന്നു. ഓക്കെ, സോ ദിസ് ഇസ് ഐ വിൽ കോൾ ഡെൽറ്റ യു വൺ. ഇതൊരു പാത്ത് 1 ആണെന്ന് വിചാരിക്കുക, ഇത് പാത്ത് 2, ഇത് ഡെൽറ്റ യു. അപ്പോൾ ഡെൽറ്റ യു വണ്ണും ഡെൽറ്റ യു ടുവും തമ്മിലുള്ള റിലേഷൻ എന്താണ്? യെസ്, നമുക്ക് പറയാം ഡെൽറ്റ യു വൺ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു ടു എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താണ്? ഇനീഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രമേ ആര് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? യെസ്, സ്റ്റേറ്റ് ഫംഗ്ഷൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ആലോചിച്ച് വെക്കുക. ആൻഡ് എക്സ്റ്റെൻസീവ് ആണോ ഇൻറ്റൻസീവ് ആണോ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത്? ഇൻറ്റേർണൽ എനർജി ആണല്ലേ. എനർജി ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവരെന്തായിരിക്കും? യെസ്, ഡെൽറ്റ യു ഈസ് ആൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഓക്കെ, പക്ഷേ ബട്ട് ഡെൽറ്റ യു പെർ മോൾ ഓർ ഡെൽറ്റ യു പെർ ഗ്രാം എന്തായിരിക്കും? യെസ്, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ആയിരിക്കും. യെസ്, ഇൻറ്റൻസീവ് ഇൻ നേച്ചർ. അതെന്തുകൊണ്ടാണ്? എക്സ്റ്റെൻസീവ് ബൈ എക്സ്റ്റെൻസീവ്, പെർ മോൾ പെർ ഗ്രാം അല്ലേ. എക്സ്റ്റെൻസീവ് ബൈ എക്സ്റ്റെൻസീവ് എന്തായിരിക്കും? ഇൻറ്റൻസീവ് ഇൻ നേച്ചർ ആയിരിക്കും. ഓക്കെ, ഒരു കാര്യം കൂടെ ഉണ്ടടാ, യു ഷുഡ് നോ ദിസ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. ഡെൽറ്റ യു എന്ന് പറയുന്നത്, ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി, ഇസ് എ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. അതായത്
ഫോർ എൻ ഐഡിയൽ ഗ്യാസ് ശ്രദ്ധിക്കണേ, internal energy of the system, ശ്രദ്ധിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എൻ ഐഡിയൽ ഗ്യാസ് internal energy of a system only depends on what? Depends on temperature, absolute temperature. കെൽവിനിൽ എടുക്കണം കേട്ടോ, absolute temperature. ഓക്കെ, അതായത് നമ്മൾ പറയുകയാണ് ഒരു സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി എന്ത് ചെയ്തിട്ടുണ്ട്, ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മീനിങ് എന്താണ്? യെസ്, ടെമ്പറേച്ചർ എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. സോ ബേസിക്കലി ഞാൻ പറയുകയാണ് ഐസോതെർമൽ പ്രോസസ് ആണെന്ന് വിചാരിക്കുക. ഇഫ് യു ആർ കൺസിഡറിങ് ആൻ ഐസോതെർമൽ പ്രോസസ്സിൽ എന്തായിരിക്കും ഇവിടെ? ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണല്ലേ. ടെമ്പറേച്ചർ ഈസ് വോട്ട്? കോൺസ്റ്റൻറ്റ്. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഡെൽറ്റ യു എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. കാരണം ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. ഡെൽറ്റ യു ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? യെസ്, നിങ്ങളുടെ ടെമ്പറേച്ചർ എന്തായാലും എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്തിരിക്കണം. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി ഒരു കാര്യം കൂടെ എനിക്ക് പറയാം. ഇങ്ങനെയാണെങ്കിലോ, ഈ പ്രോബ്ലത്തിലേക്ക് വരുന്നതിന് മുൻപ് ഒരു കാര്യം കൂടെ, ഡെൽറ്റ യു ബൈ ഡെൽറ്റ വി അറ്റ് ടി എന്നൊക്കെ എഴുതിയാൽ ഇതെന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി വിത്ത് റെസ്പെക്ട് ടു വോളിയം അറ്റ് വോട്ട്. ഈ ടി എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതെന്തായിരിക്കും ഇവിടെ? ഇത് 0 ആയിരിക്കും. കാരണം എന്താണ്? ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? യെസ്, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യണം. ഇവിടെ ടെമ്പറേച്ചർ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഡെൽറ്റ യു എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. അതാണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഫോർ എൻ ഐസോതെർമൽ പ്രോസസ് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ യുവർ ഡെൽറ്റ യു ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ഇവിടെ ഇതാ ABCD എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതാ ഇങ്ങനെ ഞാൻ എഴുതുകയാണ്. ഡെൽറ്റ U1 ഇസ് ഈക്വൽ ടു ഡെൽറ്റ U2 പ്ലസ് ഡെൽറ്റ U3 പ്ലസ് ഡെൽറ്റ U4 എന്നെനിക്ക് എഴുതാൻ പറ്റൂ. ഇത് ശരിയാണോ എക്സ്പ്രഷൻ? ഞാൻ പറയും ഇത് ശരിയാണ്. എന്തുകൊണ്ടാണ് നോക്കി, ഈ ഡെൽറ്റ U1 എന്ന് പറഞ്ഞാൽ എന്താണ്? A to B പോകേണ്ട പരിപാടിയാണ് അല്ലേ. ഇവിടെ എന്താണ്? A to B ആണ്. അതേപോലെ ഇനീഷ്യലും ഫൈനലും അതേപോലെ ഇവിടെ നോക്കിയേ, ഡെൽറ്റ U2 ഡെൽറ്റ U3 ഡെൽറ്റ U4 അപ്പോഴും എന്താണ്? A to B തന്നെയാണ്. ഇനീഷ്യലും ഫൈനൽ പൊസിഷനും എന്താണ്? സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്തുകൊണ്ടാണ് എഴുതുന്നത്? ബിക്കോസ് ഡെൽറ്റ യു ഈസ് വോട്ട്? എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി ഈ ക്വസ്റ്റ്യൻ ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്ന ഇതേപോലെയുള്ള കാര്യം. ഓക്കെ, ഇവിടെ സെലക്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പാത്ത്. ദിസ് ഇസ് പാത്ത് 1 എന്ന് ഞാൻ പറയുന്നു. ദിസ് ഇസ് പാത്ത് 2. ഓക്കെ, അപ്പോൾ പാത്ത് 1 ഡെൽറ്റ U1 ഇസ് ഈക്വൽ ടു, സോറി, ദിസ് ഷുഡ് ബി ഡെൽറ്റ. ഓക്കെ, ബിക്കോസ് അബ്സല്യൂട്ട് വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് എന്തേ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റൂ? ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിയാണ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്കറിയാം ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇനീഷ്യൽ, ആൻഡ് ദിസ് ഇസ് ദി ഫൈനൽ. അങ്ങനെയാകുമ്പോൾ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡെൽറ്റ U1 ഇസ് ഈക്വൽ ടു ഡെൽറ്റ U2 എന്ന് നമുക്ക് എഴുതാം. കാരണം എന്താ? ദിസ് ഇസ് ഇൻറ്റേർണൽ എനർജി ഈസ് വോട്ട്? സ്റ്റേറ്റ് ഫംഗ്ഷൻ. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വർക്കും ഹീറ്റും എന്താണ്? ഇസ് പാത്ത് ഫംഗ്ഷൻ ആണ്. ഇസ് എ പാത്ത് ഫംഗ്ഷൻ. അപ്പോൾ എന്തായിരിക്കും? W1 not equal to what? W1 should not be equal to W2. ഓക്കെ, ആൻഡ് Q1 എന്തായിരിക്കും? വിൽ നോട്ട് ബി ഈക്വൽ ടു Q2. കാരണം എന്താണ്? ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട്? ദി പാത്ത് ഫോളോഡ്. അപ്പോൾ എന്തായിരിക്കും? W1 നോട്ട് ഈക്വൽ ടു, ഇവിടെ എന്തായിരിക്കും? ഇത് റോങ് ആണ്. യെസ്, W1 ഈക്വൽ ടു W2 ആണോ? അല്ല. ഇതെന്താണ്? ഇനീഷ്യലും ഫൈനൽ സ്റ്റേറ്റും സെയിം ആണെങ്കിൽ പോലും ഇവരെന്താണ്? ഡിഫറെൻറ്റ് പാത്താണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ Q1 ഇസ് ഈക്വൽ ടു Q2, അതും എന്തായിരിക്കും? തെറ്റായിരിക്കും. അപ്പോൾ എന്താണ്? ഓപ്ഷൻ എ. ആൾറൈറ്റ്. ഇനി സെലക്ട് ദി കറക്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആണെങ്കിൽ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്തായിരിക്കും? 0 ആയിരിക്കും. അത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി വിത്ത് റെസ്പെക്ട് ടു വോട്ട്? പ്രഷർ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ എന്തായിരിക്കും? 0. കറക്റ്റ് ആണ്. ഇനി ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ DT ആണ് അല്ലേ. അപ്പോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആകുമ്പോൾ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും അല്ലേ. കോൺസ്റ്റൻറ്റ് പ്രഷർ അത് പ്രശ്നമല്ല. ഇവിടെ എന്താണ്? ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡെൽറ്റ യുവും ചേഞ്ച് ചെയ്യും. അപ്പോൾ എന്തായിരിക്കും? യെസ്, നോട്ട് ഈക്വൽ ടു 0. എഗെയിൻ ദിസ് ഇസ് വോട്ട്? കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. അപ്പോൾ എന്തായിരിക്കും? യെസ്, എഗെയിൻ 0. അപ്പോൾ എന്തായിരിക്കും? ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോ. ഓൾറൈറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ്? ഇൻറ്റേർണൽ എനർജി, ഹീറ്റ്, വർക്ക്. ഇതൊക്കെ നമ്മൾ ക്ലബ് ചെയ്യാൻ പോവാണ്. എന്തിൽ?
യെസ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. നോക്കിക്കോളൂ, വി ആർ ഗോയിങ് ഇൻ ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇത്രയാണ് പറയുന്നത്. നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ: energy can be neither be created nor be destroyed but can be converted from one form to another form എന്നാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. സിംപിളി ഞാൻ പറയുകയാണെങ്കിൽ, നമ്മൾ അഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുന്നു. നമ്മൾ ഇൻറ്റേർണൽ എനർജി നോക്കിക്കോളൂ, ഇതൊക്കെ നമ്മൾ ക്ലബ് ചെയ്തിട്ട് പറയാം കേട്ടോ. ഇതാണ് നമ്മുടെ യെസ് സിസ്റ്റം. ഓക്കെ, ഇതിന് ഇവിടെ എന്തുണ്ടാവും, ഒരു ഗ്യാസ് ഉണ്ടെന്ന് വിചാരിക്കുക. സോ ദിസ് ഇസ് ദ ഇനീഷ്യൽ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് യു ഐ ആണെന്ന് നിങ്ങൾ വിചാരിക്കാം. ഒരു അബ്സല്യൂട്ട് വാല്യൂ ഉണ്ടാവത്തില്ലേ, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നല്ലേ ഉള്ളൂ. യു ഐ, ഇനീഷ്യൽ ഇൻറ്റേർണൽ എനർജി യു ഐ ആണെന്ന് വിചാരിക്കാം. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടേക്ക് കുറച്ച് ഹീറ്റ് ഇങ്ങോട്ടേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, അതേപോലെ ഞാൻ സിസ്റ്റത്തിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യാണ്, വർക്കും ചെയ്യുകയാണ്. ഓക്കെ, ആദ്യം എന്തായിരുന്നു, ഒരു ഇൻറ്റേർണൽ എനർജി ഉണ്ടായിരുന്നു യു ഐ. ഓക്കെ, എന്നിട്ട് ഞാൻ സിസ്റ്റത്തിലേക്ക് കുറച്ച് ഹീറ്റ് കൊടുക്കുകയാണ്, സിസ്റ്റത്തിൻ്റെ മുകളിലേക്ക് വർക്കും ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ഫൈനൽ ഇൻറ്റേർണൽ എനർജി ദാറ്റ് ഈസ് യു എഫ് എന്ന് പറയുന്നത് എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ, ക്യൂ പ്ലസ് ഡബ്ല്യു എന്ന് എനിക്ക് യു എഫ് ഇസ് ഈക്വൽ ടു, ആദ്യമായിട്ട് എന്തുണ്ടായിരുന്നു, യു ഐ ഉണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഹീറ്റും വർക്കും ഞാൻ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. അതായത് യു എഫ് മൈനസ് യു ഐ ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്ന് എനിക്ക് എഴുതാൻ പറ്റുമല്ലോ. അല്ലെങ്കിൽ ഞാൻ എഴുതും മക്കളെ, ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു വോട്ട്, ക്യൂ പ്ലസ് ഡബ്ല്യു. ദിസ് ഇസ് ദി മാത്തമാറ്റിക്കൽ ഫോം ഓഫ് വോട്ട്, യെസ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ക്ലിയർ ആയല്ലോ? എന്താ പറഞ്ഞിരിക്കുന്നത്, മാത്തമാറ്റിക്കൽ ഫോം ഓഫ് വോട്ട്, FLOT. നമ്മൾ എന്ത് വിളിക്കും, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് നമ്മൾ വിളിക്കും. ക്ലിയർ? യെസ്. ഇനി ഈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മുടെ 5 പ്രോസസ്സ് ഉണ്ടായിരുന്നു അല്ലേ, ആ 5 പ്രോസസ്സിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരിക. ഐസോതെർമൽ പ്രോസസ്സ് നോക്കണേ, ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, യെസ്, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ ഡെൽറ്റ ടി എന്താണ്, 0 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാലോ, ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പോൾ നോക്കിക്കോളെ, ഡെൽറ്റ ടി 0 ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻറ്റേർണൽ എനർജി ഇസ് എ ഫങ്ഷൻ ഓഫ് വോട്ട്, ടെമ്പറേച്ചർ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡെൽറ്റ ടി 0 ആണെങ്കിൽ ഡെൽറ്റ യു എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, യെസ്, ക്യൂ ഈസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു, അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ എഴുതാം, ഡെൽറ്റ യു എന്തായിരിക്കും, യെസ്, ദിസ് വിൽ ബി 0 ഈസ് ഈക്വൽ ടു വോട്ട്, ക്യൂ പ്ലസ് ഡബ്ല്യു. അല്ലെങ്കിൽ ക്യൂ ഈസ് ഈക്വൽ ടു വോട്ട്, മൈനസ് ഡബ്ല്യു എന്ന് എഴുതാൻ പറ്റും. ആൻഡ് വോട്ട് ഈസ് ഡബ്ല്യു, മൈനസ് ഓഫ് മൈനസ് പി ഡി വി. ഓക്കെ, അതായത് ക്യൂ ഈസ് ഈക്വൽ ടു പ്ലസ് പി ഡി വി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. പറ്റത്തില്ലേ? സിമ്പിളായിട്ട് നമുക്ക് പറ്റും. യെസ്, അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഐസോകോറിക് പ്രോസസ്സിൽ നോക്കിക്കോളെ, ഇൻട്രസ്റ്റിംഗ് ആണ്. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു എന്താണ്, ക്യൂ പ്ലസ് ഡബ്ല്യു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐസോകോറിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, വോളിയം എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഡി വി എന്തായിരിക്കും, ഡി വി 0 ആയിരിക്കും. അപ്പോൾ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു വോട്ട്, ക്യൂ, ഡബ്ല്യു എന്താണ്, യെസ്, മൈനസ് പി ഡി വി. അപ്പോൾ ഡി വി എന്തായിരിക്കും, 0 ആയിരിക്കും. യെസ്, ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ശ്രദ്ധിക്കണേ, ഇവിടെ ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാണ്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്യൂ, ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്, പാത്ത് ഫങ്ഷനാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇസ് എ പാത്ത് ഫങ്ഷൻ. പക്ഷേ ഞാനിവിടെ പറയും, നോക്കിക്കോളെ, ഇതെന്താണ്, നമ്മുടെ കെമിസ്ട്രി ആണല്ലേ. യെസ്, നോക്കിക്കോളെ, ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം, കോൺസ്റ്റൻ്റ് ആകുമ്പോൾ നമ്മൾ താഴെ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറയും, ഇതിനെ, ഈ ക്യൂ വിയെ ഞാൻ എന്താ വിളിക്കുന്നത്, യെസ്, ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. ഞാൻ പറയും ഇതിനെ സ്റ്റേറ്റ് ഫങ്ഷൻ. ഈ ഹീറ്റിനെ ഞാൻ വിളിക്കും സ്റ്റേറ്റ് ഫങ്ഷൻ ആണെന്ന് ഞാൻ വിളിക്കും. ഇതെന്താണ് സംഭവം അല്ലേ? ഞാൻ ഇത്ര നേരവും പറഞ്ഞുകൊണ്ടിരുന്നത് ഹീറ്റ് എപ്പോഴും എന്താണ്, പാത്ത് ഫങ്ഷൻ ആണെന്നാണ്. ഇതിനെ ഞാൻ പറഞ്ഞുതരാം. അതായത്
നോക്കിക്കോളെ, ഇവിടെ എന്ത് പ്രോസസ്സാണ് നമ്മൾ പറയുന്നത്? ഐസോകോറിക് പ്രോസസ്സ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിയാൽ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യു വി. ഇതെന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? കോൺസ്റ്റൻറ്റ് വോളിയം ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസോകോറിക് പ്രോസസ്സ് ആണ്. ഐസോകോറിക് പ്രോസസ്സ്. അപ്പോൾ നോക്കിക്കോളെ, ഇതാണ് നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റ്, ഇത് നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ എ ടു ബി ഇങ്ങനെ, ഇതൊരു പാത്ത്, ഇത് രണ്ടാമത്തെ പാത്ത്. ഇതൊക്കെ നമ്മൾ അറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് ഞാൻ പറയുകയാണ്, ഈ പാത്ത് 1ൻ്റെത് ഇതിൻ്റെ ഡെൽറ്റ യു 1 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതെന്താണ്? ഇത് Q1 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഡെൽറ്റ U2, ഇത് Q2 എന്ന് ഞാൻ എഴുതുന്നു. എന്നിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ സപ്പോസ് ചെയ്യുകയാണ്, ഒരു പ്രോസസ്സാണ് ഈ പാത്ത് 1ൻ്റെ ഡെൽറ്റ യു എന്ന് പറയുന്നത് എത്രയാണ്? U1 എന്ന് പറയുന്നത് ഞാൻ പറയുകയാണ് ദിസ് ഇസ് ലൈക്ക് 200 ജൂൾ ആണെന്ന് ഞാൻ പറയുകയാണ്. 200 ജൂൾ. അപ്പോൾ ഇതിൻ്റെ Q1 എന്തായിരിക്കും? അതായത് ഇതൊരു ഐസോകോറിക് പ്രോസസ്സ് ആണെങ്കിൽ എൻ്റെ Q1 എത്രയായിരിക്കും? 200 ജൂൾ ആയിരിക്കുമല്ലോ. 200 ജൂൾ ആയിരിക്കും. കാരണം ഐസോകോറിക് പ്രോസസ്സിൽ എന്താണ്? ഡെൽറ്റ U1 ഇസ് ഈക്വൽ ടു Q1 ആണ്. അതേപോലെ തന്നെ ഇതൊരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡെൽറ്റ യു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? ഡെൽറ്റ U1 ഇസ് ഈക്വൽ ടു ഡെൽറ്റ U2 എന്ന് എനിക്ക് എഴുതാൻ പറ്റുമല്ലോ. കാരണം ഇതെന്താണ്? ബിക്കോസ് ഇറ്റ്സ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. അപ്പോൾ ഡെൽറ്റ U2ൻ്റെ വാല്യൂ എത്രയാ? സോ ഡെൽറ്റ U1 200 ആണെങ്കിൽ ഡെൽറ്റ U2 എന്തായിരിക്കും? യെസ്, 200 ജൂൾ ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇവിടെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. ഇത് ഐസോകോറിക് പ്രോസസ്സാണ്. അപ്പോൾ ഡെൽറ്റ U2 എന്തിന് ഈക്വലാ? Q2 ഈക്വലാ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, Q1 200 ആണ്, Q2 എന്താണ്? 200 ആണ്. വിച്ച് മീൻസ് Q1 ഇസ് ഈക്വൽ ടു Q2 ആണല്ലേ. Q1 ഇസ് ഈക്വൽ ടു Q2. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയേ, എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നു, 2 ഡിഫറൻറ്റ് പാത്ത്, എന്നിട്ടും സെയിം വാല്യൂ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. വിച്ച് മീൻസ് ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി പാത്ത് ഫോളോഡ്. ഓക്കെ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ വാട്ട് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്. അപ്പോൾ എന്തായിരിക്കും? യെസ്, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് പറയുന്നത് എന്താണ്? യെസ്, സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. ശ്രദ്ധിക്കണം, ഒരു പ്രാവശ്യം കൂടെ പറയുകയാണ്, എ ടു ബിയിലേക്ക് പോവുകയാണെങ്കിൽ ഡെൽറ്റ U1 ഇസ് ഈക്വൽ ടു ഡെൽറ്റ U2, 2 പാത്തിലും. ആൻഡ് ഇൻ ഐസോകോറിക് പ്രോസസ്സ് ഇവരുടെ ഹീറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് Q1 Q2 എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് എ ടു ബി ഇവർ ഈ ഹീറ്റും എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? യെസ്, ഇനീഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവരും എന്താവും? യെസ്, സ്റ്റേറ്റ് ഫംഗ്ഷൻ ആവും. സോ ദാറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ്. ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം എപ്പോഴും ആലോചിക്കുക കേട്ടോ. QV ഇസ് ഈക്വൽ ടു വാട്ട്? ഡെൽറ്റ U. ക്ലിയർ? യെസ്. ഇനി എന്താണ്? ഐസോബാറിക്കും സൈക്ലിക് പ്രോസസ്സും. ഇത് ഈസിയാണടാ. ഐസോബാറിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസോബാറിക് ആണേ പറയുന്നത്. പി എന്തായിരിക്കും? യെസ്, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഡി പി എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇതിലൊന്നും ചെയ്യാനൊന്നുമില്ല. ഡെൽറ്റ U ഇസ് ഈക്വൽ ടു Q പ്ലസ് W ആണ്. ഓർ ഡെൽറ്റ U ഇസ് ഈക്വൽ ടു വാട്ട്? Q മൈനസ് പി എക്സ്റ്റേണൽ ഡി വി. ഇതെന്തായിരിക്കും? പി എക്സ്റ്റേണൽ. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. പക്ഷേ സൈക്ലിക് പ്രോസസ്സിലേക്ക് വരുമ്പോൾ നോക്കിക്കോളെ, സൈക്ലിക് പ്രോസസ്സിൽ നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോ, ഡെൽറ്റ U ഇസ് ഈക്വൽ ടു Q പ്ലസ് W. കഴിഞ്ഞ സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെൽറ്റ U എന്താണ്? യെസ്, സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഫംഗ്ഷൻ ഓർമ്മയുണ്ടോ? യെസ്, ഇൻ എ സൈക്ലിക് പ്രോസസ് എന്തായിരിക്കും? 0 ആയിരിക്കും. യെസ്, ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഫംഗ്ഷൻ ഓഫ് എ സൈക്ലിക് പ്രോസസ് എന്തായിരിക്കും? ഇസ് ഈക്വൽ ടു 0. അങ്ങനെയാവുമ്പോൾ Q ഇസ് ഈക്വൽ ടു എന്ത് വരും? -W എന്ന് വരും അല്ലേ. അപ്പോൾ എന്തായിരിക്കും? Q ഇസ് ഈക്വൽ ടു -W എന്ന് വരുമ്പോൾ യെസ്, അപ്പോൾ എന്തായിരിക്കും? Q ഇസ് ഈക്വൽ ടു പ്ലസ് PdV എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇതേ ഒരു കാര്യം നിങ്ങൾ എവിടെയോ കണ്ടിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? എവിടെയാണ് കണ്ടത്? യെസ്, നിങ്ങൾ കണ്ടിട്ടുള്ളത് ഐസോതെർമൽ പ്രോസസ്സിലാണ്. ഓക്കെ, അപ്പോൾ ഐസോതെർമൽ പ്രോസസ്സിലെ വർക്ക് ഡണ്ണും അതേപോലെ സൈക്ലിക് പ്രോസസ്സിലെ വർക്ക് ഡണ്ണും എന്തിന് ഈക്വൽ ആയിരിക്കും? യെസ്, ഹീറ്റിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് ഫൈനലി വി ഹാവ് ടു ഡിസ്കസ് വാട്ട്? അഡയബാറ്റിക് പ്രോസസ്സ്. അഡയബാറ്റിക് പ്രോസസ്സിൽ എന്തായിരിക്കും? യെസ്, ഹീറ്റ് എക്സ്ചേഞ്ച് ഇസ് 0. ഹീറ്റ് എക്സ്ചേഞ്ച് എത്രയായിരിക്കും? ഹീറ്റ് എക്സ്ചേഞ്ച് DQ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നോക്കിക്കോളെ, ഡെൽറ്റ U
ഓക്കെ, ഹീറ്റ് എക്സ്ചേഞ്ച് എന്ന് ഞാൻ വൈറ്റിൽ എഴുതാം അല്ലേ. ഹീറ്റ് എക്സ്ചേഞ്ച് ഇസ് വാട്ട് ഇസ് 0. ഓക്കെ, ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ആൻഡ് ഒരു കാര്യം ഞാൻ പറയാം, ഇൻ തെർമോഡൈനാമിക്സ് ക്യൂവും ഡി ക്യൂവും നമ്മൾ എന്തായിട്ട് എടുക്കും? സെയിം ആയിട്ട് എടുക്കും. അതേപോലെ ഡബ്ല്യൂയും ഡി ഡബ്ല്യൂയും നമ്മൾ എന്തായിട്ട് എടുക്കും? സെയിം ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നോക്കിക്കോ, ഇതിലെന്തായിരിക്കും? ഹീറ്റ് എക്സ്ചേഞ്ച് എന്താണ്? 0 ആണ്. അപ്പോൾ എന്തായിരിക്കും? ഈ ഡി ക്യൂ, ഓക്കെ, ഇതെന്തായിരിക്കും? 0 ആവും. ഓക്കെ, അപ്പോൾ നോക്കിക്കോളെ, ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ഡബ്ല്യു എന്ന് എഴുതാൻ പറ്റൂലേ? ശ്രദ്ധിക്കണം, ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ഡബ്ല്യു എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഇവിടെ നോക്കിക്കോളെ, എന്നിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയും. എന്ത് പറയുന്നറിയോ? അഡയബാറ്റിക് വർക്ക്. ഇതെന്ത് വർക്കാ? അഡയബാറ്റിക് വർക്ക്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വർക്ക് എന്താണ്? പാത്ത് ഫംഗ്ഷൻ ആണ്. പക്ഷേ ഞാൻ പറയും അഡയബാറ്റിക് വർക്ക് ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. എന്ന് ഞാൻ പറയും. എന്തുകൊണ്ടാ? നേരത്തെ പറഞ്ഞ അതേ കാരണങ്ങൾ കൊണ്ട്. നോക്കിക്കോളെ, ഡെൽറ്റ യു ഇതാ സിംപ്ലി ഒരു പ്രാവശ്യം കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എ ടു ബി 2 പാത്ത്, ഇതാ പാത്ത് 1 പാത്ത് 2. ഓക്കെ, ഇത് ഡെൽറ്റ യു 1, ഇതെന്താണ്? ഡബ്ല്യു 1. ഓക്കെ, ഇതെന്താണ്? ഡെൽറ്റ യു 2, ഇത് ഡബ്ല്യു 2. ഓക്കെ, ഡെൽറ്റ യു 1 എന്തിന് ഈക്വൽ ആണ്? യെസ്, ഡബ്ല്യു 1ന് ഈക്വൽ ആണ്. ആൻഡ് യു നോ ദാറ്റ് ഡെൽറ്റ യു 1 ഇസ് ഈക്വൽ ടു വോട്ട്? ഡെൽറ്റ യു 2. ആൻഡ് ഡെൽറ്റ യു 2 എന്താണ്? ഡെൽറ്റ യു 2 എന്തിന് ഈക്വൽ ആണ്? ഡബ്ല്യു 2ന് ഈക്വൽ ആണ്. അപ്പോൾ എന്തായിരിക്കും? ഡബ്ല്യു 1 ഇസ് ഈക്വൽ ടു ഡബ്ല്യു 2, വിച്ച് മീൻസ് വർക്ക് ഓൾസോ നോട്ട് ഡിപ്പെൻഡ് ഓൺ വോട്ട്? നോട്ട് ഡിപ്പെൻഡ് ഓൺ പാത്ത് ഫോളോഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം പറഞ്ഞിട്ടില്ലേ? അതേ കാര്യം. അപ്പോൾ ഇതെന്താണ്? യെസ്, അഡയബാറ്റിക് വർക്കും എന്താണ്? ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ 5 പ്രോസസ്സ് നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. 5 പ്രോസസ്സിലേക്കും നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? നോക്കിയോ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻ ഡസ് നോട്ട് കറക്റ്റ്ലി റെപ്രസെൻറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫോർ ദ given process involving ideal gas? ആയിക്കോളൂ, സൈക്ലിക് പ്രോസസ് ക്യൂ ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് തന്നെ എഴുതാൻ പറ്റും. ഇതാ ഇവിടെ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആണ് അല്ലേ. അപ്പോൾ സൈക്ലിക് പ്രോസസ്സിൽ ഡെൽറ്റ യു എന്താണ്? 0 ആണ്. അപ്പോൾ ക്യൂ ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എന്താണ്? കറക്റ്റ് ആണ്. ഇനി ഇവിടെ നോക്കാം, ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു, അഡയബാറ്റിക് പ്രോസസ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ക്യൂ എന്താണ്? 0. പക്ഷേ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ഡബ്ല്യു ആണ്. ഓക്കെ, ക്രോസ് മാർക്ക്. ഐസോകോറിക് പ്രോസസ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആണ് അല്ലേ. അപ്പോൾ ഡബ്ല്യു ഐസോകോറിക് പ്രോസസ്സിൽ ഡബ്ല്യു എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇതും എന്താണ്? യെസ്, കറക്റ്റ് ആണ്. ഇനി ഐസോതെർമൽ പ്രോസസ്സിൽ എന്താണ്? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആണ്. ഡെൽറ്റ യു എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ക്യൂ ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു ആണ്. അപ്പോൾ ഇതും എന്താണ്? കറക്റ്റ് ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡസ് നോട്ട് കറക്റ്റ്ലി എന്താണ്? ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്? ഓപ്ഷൻ യെസ്, ബി. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണല്ലോ. യെസ്. ഇനി ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു നോക്കണം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വർക്ക്. എന്ത് വർക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? അപ്പോൾ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആണല്ലോ. ഇതാണല്ലോ വർക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ക്യൂ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ക്യൂ 0 ആവുന്ന പ്രോസസ്സ് ഏതാണ്? യെസ്, അഡയബാറ്റിക് പ്രോസസ്സ്. അപ്പോൾ എന്തായിരിക്കും? അഡയബാറ്റിക് വർക്ക് ആയിരിക്കും. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി. ഇങ്ങനെയൊക്കെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ തെർമോഡൈനാമിക്സ് വളരെ എളുപ്പമാണ് എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. യെസ്. ഇനി which one of the following is the correct option for free expansion of an ideal gas under adiabatic condition? യെസ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നടാ ഫ്രീ എക്സ്പാൻഷൻ. നോക്കിക്കോളെ, എങ്ങനെയാണ് നമ്മൾ സോർട്ട് ചെയ്യുന്നത് കണ്ടോ. ഫ്രീ എക്സ്പാൻഷൻ. ഓക്കെ, എക്സ്റ്റേണൽ പ്രഷർ എന്തായിരിക്കും? ഇവിടെ 0 ആയിരിക്കും. അപ്പോൾ വർക്ക് എന്തായിരിക്കും? മൈനസ് പി എക്സ്റ്റേണൽ ഡി വി. വർക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഈ ഓപ്ഷൻ എന്ത് ചെയ്യാം? നമുക്ക് കട്ട് ചെയ്യാം. അഡയബാറ്റിക് കണ്ടീഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ക്യൂ നോട്ട് ഈക്വൽ ടു 0 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എയും എനിക്ക് എന്ത് ചെയ്യാം? ക്രോസ് ചെയ്യാം. എനിക്ക് എന്ത് ചെയ്താൽ മതി? ബിയും ഡിയും എനിക്ക് നോക്കിയാൽ മതി. ഇനി ടെമ്പറേച്ചറിൻ്റെ കാര്യമാണ്. അപ്പോൾ നോക്കിക്കോളെ, ഞാൻ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഒന്ന് എഴുതാൻ പോവുകയാണ്. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഓക്കെ, അപ്പോൾ എന്തൊക്കെ 0 ആയി?
ഡബ്ല്യു എന്താണ്? 0 ആണ്. കാരണം എന്താണ്? എക്സ്റ്റേണൽ പ്രഷർ 0 ആണെങ്കിൽ വർക്കും എന്തായിരിക്കും? 0 ആയിരിക്കും. ക്യൂ എന്തായിരിക്കും? ഹീറ്റ് അഡയാബാറ്റിക് ആണ്. അങ്ങനെയാണെങ്കിൽ ക്യൂ എന്താണ്? 0 ആണ്. വിച്ച് മീൻസ് ഡെൽറ്റ യുവും എന്താണ്? 0 ആണ്. ഡെൽറ്റ യു എപ്പോഴാണ് 0 ആവുക? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐസോ തെർമൽ പ്രോസസ്സാണ് അല്ലേ? ഐസോ തെർമൽ പ്രോസസ്സിനാണ് ഡെൽറ്റ യു 0 എന്നത് അല്ലേ? ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെമ്പറേച്ചർ എന്തായാലും ചേഞ്ച് ചെയ്യണം. അപ്പോൾ എന്തായിരിക്കും? യെസ്, നമ്മുടെ ഓപ്ഷൻ ബി കറക്റ്റായിട്ട് വരും. ഓപ്ഷൻ ബി. Okay, now another one. During compression of a spring, the work done is 10 kg. നിങ്ങളെ വർക്ക് ഡൺ എത്രയാണ്? 10 kg ആണ്. ഓക്കെ, ആൻഡ് 2 kilojoule escape to the surrounding as heat. The change in internal energy ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കോ, ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു വോട്ട്? ക്യൂ പ്ലസ് ഡബ്ല്യു ആണ്. കംപ്രഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? കംപ്രഷൻ ആണെങ്കിൽ വർക്ക് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. യെസ്, വർക്ക് എന്തായിരിക്കും? പോസിറ്റീവ് ആണ്. എക്സ്പാൻഷൻ ആണെങ്കിൽ എന്തായിരിക്കും? യെസ്, നെഗറ്റീവ് വർക്ക് ആയിരിക്കും. അപ്പോൾ 10 kilojoule ആൻഡ് 2 kilojoule ഹീറ്റ് ഈസ് എസ്കേപ്പ് ടു ദി സറൗണ്ടിങ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൺവെൻഷൻ എന്താണ്? -2 ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ജസ്റ്റ് സിംപ്ലി കണ്ടുപിടിച്ചാൽ പോരെ. എന്തായിരിക്കും? 8. ഓപ്ഷൻ എന്തായിരിക്കും? 8 കിലോജൂള് ആയിരിക്കും. യെസ്. അടുത്ത ചോദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? വെൻ 1 mole ഓഫ് എ ഗ്യാസ് ഇസ് ഹീറ്റഡ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഓക്കെ, എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? കോൺസ്റ്റന്റ് വോളിയം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ദ ടെമ്പറേച്ചർ ഈസ് റേസ്ഡ് ഫ്രം, ടെമ്പറേച്ചർ എവിടെ നിന്ന് എവിടത്തേക്ക് റേസ് ചെയ്തിട്ടുണ്ട്? 298 ടു 308 റേസ് ചെയ്തിട്ടുണ്ട്. യെസ്, ഹീറ്റ് ഈസ് സപ്ലൈഡ് ടു ദ ഗ്യാസസ് 500. ക്യൂ എന്താണ്? സപ്ലൈ ചെയ്തിരിക്കുകയാണ്. യെസ്, അപ്പം എന്തായിരിക്കും? 500 ജൂൾ. ദെൻ വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോൺസ്റ്റന്റ് വോളിയം ആണ് അല്ലേ? അപ്പോൾ വർക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? വർക്ക് ഇസ് ഈക്വൽ ടു 0. ആൻഡ് നമുക്കറിയാം വർക്ക് 0 ആണ്. അപ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ കിട്ടും. എന്നാലും നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഡബ്ല്യു എന്താണ്? 0. അപ്പോൾ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു വോട്ട്? ക്യൂ. ക്യൂ എത്രയാണ്? 500 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ യു എത്രയായിരിക്കും? 500 ആയിരിക്കും. ഇവിടെ ഒരു ഓപ്ഷനേ ഉള്ളൂ. വർക്ക് ഇസ് ഈക്വൽ ടു 0 ആൻഡ് ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു വോട്ട്? 500 ജൂൾ. നോക്കിയോളെ, ഡെൽറ്റ യുവിനെ തന്നെയാണ് ഡെൽറ്റ ഇ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? യെസ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കോളെ, ക്യൂ പ്ലസ് ഡബ്ല്യു അത് നമുക്കറിയോ? അങ്ങനെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടോ? പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്താണ്? വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി, ആൻഡ് ഇസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. സോ ദിസ് ഇസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. ക്യൂ എന്താണ്? യെസ്, ഒരു ഹീറ്റ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ്? പാത്ത് ഫംഗ്ഷൻ ആണ്. ഇനി 3 വർക്ക് എന്താണ്? യെസ്, വർക്കും എന്താണ്? പാത്ത് ഫംഗ്ഷൻ ആണ്. H മൈനസ് ടി എസ് എന്താണ്? ഡെൽറ്റ ജി ആണ് അല്ലേ? ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജി ഇസ് ഈക്വൽ ടു എച്ച് മൈനസ് ടി എസ്. ഗിബ്സ് ഫ്രീ എനർജി അഗെയിൻ എന്താണ്? സ്റ്റേറ്റ് ഫംഗ്ഷൻ. അപ്പോൾ എന്തായിരിക്കും? യെസ്, 2 ആൻഡ് 3. ആൻഡ് ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നതെങ്കിലോ, ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയവും അതേപോലെ തന്നെ അഡയാബാറ്റിക് വർക്കും, ഇവർ രണ്ടുപേരും എന്താ മക്കളെ? സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് വെക്കുക. ദേ ആർ നോട്ട് പാത്ത് ഫംഗ്ഷൻ. ഏതൊക്കെയാണ്? ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം, അതേപോലെ അഡയാബാറ്റിക് വർക്കും. ഓക്കെ, അപ്പോൾ 10 ക്വസ്റ്റ്യനും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അടുത്ത സെഷനിൽ നമ്മൾ എൻതാൽപ്പി ഓഫ് എ സിസ്റ്റം ഒക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സെഷനിൽ സംസാരിച്ചതൊക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.